ദേവാസുരം എന്ന സിനിമയിലെ മംഗലശ്ശേരിയായി നിറഞ്ഞു നിന്ന വരിക്കാശ്ശേരി മനയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. സിനിമക്കാരുടെ ഭാഗ്യ ലൊക്കേഷനായ ഇവിടെ ചന്ദ്രോത്സവം, ഇരുവർ, തൂവൽ കൊട്ടാരം തുടങ്ങി ഒട്ടനവധി സിനിമകളുടെ ചിത്രീകരണം നടന്നിട്ടുണ്ട്. 100-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് രവി നമ്പൂതിരിപ്പാട് എന്ന സാമൂതിരി രാജാവിനോട് കൂറു പുലർത്തിയിരുന്ന ഒരു ബ്രാഹ്മണ കുടുംബം താമസിച്ച വള്ളുവനാട് താലൂക്കിലെ ഒരു വീടാണിത്. പിന്നെ ഈ പ്രധാന കെട്ടിടത്തിൻ്റെ അടിത്തറ പെരുന്തച്ചൻ നിർമ്മിച്ചതാണെന്നും ഇന്നത്തെ കെട്ടിടം കൂവളംപാറയിലുള്ള മാനാനമ്പറ്റ ഇല്ലത്തെ നമ്പൂതിരിയുടെ കണക്കനുസരിച്ചാണെന്നും രേഖകളിൽ പറയപ്പെടുന്നു. പിന്നെ മനയുടെ തെക്കേ പടിഞ്ഞാറേ കോണിലുള്ള കിണറിന് ഇന്നും യാതൊരു കേടുപാടുകളില്ല എന്നതും ശ്രദ്ധേയമാണ്. കുറച്ച് പണം കൊണ്ട് കൂടുതൽ സൗകര്യങ്ങൾ എന്ന രീതിയിലാണ് ഈ മനയുടെ പണികളൊക്കെ നടന്നിട്ടുള്ളത്. അത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മനയ്ക്കുള്ളിലേക്ക് കയറി കഴിയുമ്പോൾ ഇവിടുത്തെ വാതിലുകളാണെങ്കിലും വെന്റിലേഷനുകളാണെങ്കിലും ഒക്കെ പരസ്പരം ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ മനയുടെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ആര് വന്നാലും കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യുന്നൊരു സ്ഥലമാണ് ഇതിൻ്റെ നടുമുറ്റം. മനയുടെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഈ നടുമുറ്റത്ത് നിന്ന് നോക്കുമ്പോൾ മാത്രമാണ് കാണാൻ പറ്റുന്നത്. പിന്നെ ഈ നടുമുറ്റത്തിൻ്റെ ഒരു സൈഡിൽ തന്നെ ഒരു തറയുണ്ട്. പണ്ട് തുളസിത്തറയായിരിക്കാം, ഇന്നതിൽ വേറെ എന്തൊക്കെയോ ചെടികളാണ് നിൽക്കുന്നത്. മനയോട് ചേർന്ന് ഏകദേശം 54 സെൻറ്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അർത്ഥവൃത്താകൃതിയിലുള്ള ഒരു കുളവും ഇവിടെയുണ്ട്. പക്ഷെ നമ്മുടെ ഒരു ഭാഗ്യമില്ലായ്മ കൊണ്ടായിരിക്കാം അവിടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നതിനാൽ ആ ഭാഗത്തേക്ക് പോയിട്ട് അതിൻ്റെ കാഴ്ചകളൊന്നും വീഡിയോയിൽ പകർത്താനായിട്ട് സാധിച്ചില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ പത്തായപ്പുരയിലാണ്. പത്തായപ്പുരയിൽ നിന്നും നമ്മൾ മനയിലേക്കുള്ള ഒരു കാഴ്ച തന്നെ വളരെ രസമുള്ളതാണ്. അപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ 3-ാമത്തെ നിലയിലായിരുന്നു കാര്യസ്ഥന്മാരും മറ്റും താമസിച്ചിരുന്നതെന്നും ഏറ്റവും താഴത്തെ നിലയിൽ നെല്ലൊക്കെ സൂക്ഷിച്ചിരുന്ന അറകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒറ്റപ്പാലത്ത് നിന്നും 6 കിലോമീറ്റർ ദൂരമാണ് വരിക്കാശ്ശേരി മനയിലേക്കുള്ളത്. പിന്നെ ഈ മനയിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 30 രൂപ പാസും ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ.